मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। മഴയിൽ ഇങ്ങനെ നനയുന്നത് സുഖം തന്നെയാ. ഇവന്മാരുടെ കളി കുറച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. ചോക്ലേറ്റ് കണ്ടാൽ കുട്ടികൾ കൊതി പിടിച്ചോടും, വെള്ളം കണ്ടാൽ കിറ്റി പേടിച്ചോടും. അടികൈ കവിത മതിയാക്കിട്ട് ആദ്യം വെള്ളം നിർത്ത്. കിറ്റി, നീ വെള്ളം കണ്ടെന്തിനാ പേടിക്കുന്നേ? ഇവള് ഗ്രാമത്തിൽ പോയപ്പോൾ കുളത്തിനകത്ത് വീണു, അതുകൊണ്ട് 2 ദിവസമായിട്ട് വെള്ളവും കുടിയില്ല. അടികൈ കൈയടിക്കടാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. 2 ദിവസമായിട്ട് കിട്ടി വെള്ളം കുടിക്കുന്നില്ല, കവിത കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. എന്ത് വെള്ളം കുടിക്കുന്നില്ലെന്നോ? എങ്കിൽ ചായ കുടിച്ചൂടെ? ഇന്ധനം നിറയ്ക്കാതെ കാർ ഓടുകയുമില്ല. കിറ്റി ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനം കഴിക്കുന്നുമില്ല. അടികൈ. കിറ്റി, നീ ചെയ്യുന്നതൊട്ടും ശരിയല്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് വല്ലത് പേടിയാവുന്നു. ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച ഗ്ലാസ്സിനകത്തേക്ക് വീണു പോകുന്ന പേടി. കിറ്റി, ഗ്ലാസിനകത്തേക്ക് നീ എങ്ങനെ വീഴും? അത് സാധിക്കും. കന്നാ സാറ് ലസ്സി കഴിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഈച്ച അതിനകത്തേക്ക് വീണിരുന്നു. നിറം മങ്ങിപ്പോയ ടീഷർട്ട് കൊണ്ട് വണ്ടി തുടച്ചു. ഈച്ച വീണ ലേസി നീ എന്നെ കുടിപ്പിച്ചു. കിറ്റി എന്താ ഈച്ചയാണോ? അത് ശരി, ഞാൻ കരുതിയത് അവളൊരു പൂച്ചയാണെന്നാ. പൂച്ച തന്നെയാ, എന്നാൽ ഗ്ലാസ്സിലേക്ക് വീഴാൻ പറ്റില്ല. സൈസ് കണ്ടില്ലേ, സൈസ്. സോർദാർ, ഇതുവരെയായിട്ടും ഗാർഡനിൽ നീ വെള്ളം നനച്ചില്ലേ? കിട്ടിക്ക് വെള്ളം കണ്ട പേടിയാണ്. നമുക്ക് കിറ്റിയുടെ പേടി എങ്ങനെയും മാറ്റിയെടുക്കണം. വേഗം വാ. സമുദ്രത്തിന്റെ ആഴം ആരെക്കൊണ്ടും അളക്കുവാൻ സാധിച്ചിട്ടില്ല. പുറമേ ശാന്തമാണെങ്കിലും കടൽ അതിഭയങ്കരമാണ്. പല സമയങ്ങളിൽ ശാന്തമാണെങ്കിലും ചില സമയങ്ങളിൽ തിരകൾ തന്റെ ക്രൂരമുഖത്തെ കാട്ടാറുണ്ട്. അലകളിൽ കുളിക്കാൻ നമുക്ക് ഇഷ്ടമാണ്, എന്നാൽ അലകൾ വളരെ അപകടം നിറഞ്ഞ ഒന്ന് കൂടിയാണ്. കിറ്റി, നീ എന്തിനാണ് കരയുന്നത്? ഈച്ച വീണത് കന്നാ സാർ കുടിച്ച ലസ്സിയില്ല. കരയേണ്ടത് അദ്ദേഹമല്ലേ? ഇവൾക്ക് ലിക്വിഡ് ആയിട്ടുള്ള എന്ത് സാധനം കണ്ടാലും പേടിയാണ്. കിറ്റി, അത് കഴുകിക്കള, അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കും. കടിച്ചോട്ടെ, എന്നാലും ഞാൻ വെള്ളത്തിന്റെ അടുത്ത് പോവില്ല. എങ്കിൽ ദൂരെ ഇരുന്ന് കഴിക്കുക. ദൂരത്തിലിരുന്നു കൊണ്ട് എങ്ങനെയാടാ വെള്ളത്തിൽ കഴുകാൻ പറ്റുക? സ്വിമ്മിംഗ് പൂളില് വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടാവും, എങ്കിലും ചിലർ ഷവറിൽ നിന്ന് കുളിക്കാറില്ലേ? എടാ, ഷവറിനകത്ത് വെള്ളം തന്നെയല്ലേ വരുന്നത്? സംശയമുണ്ടോ? വാ ഹണി, നിന്റെ ഐഡിയ സൂപ്പറാ. ഐഡിയയോ? ഞാൻ ഐഡിയ തന്നോ? പക്ഷെ ആ ഐഡിയ എന്താ ഞാൻ അറിയാതെ പോയത്? ഓടാത്ത ബസ്സിലും ഞാൻ ടിക്കറ്റ് എടുത്തു. ഹണിയും ഇതാ ഒരു ഐഡിയ കൊടുത്തു. സ്വിമ്മിംഗ് പൂളിന്റെ. കിറ്റി, നിനക്ക് വെള്ളം കാണുമ്പോ പേടിന്നല്ലേ പറഞ്ഞ? എങ്കിൽ നീന്താൻ പഠിക്ക. സ്വിമ്മിംഗ് പൂളിനകത്ത് നിറയെ വെള്ളമായിരിക്കും. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മുഴുവൻ ഞങ്ങൾ മാറ്റിയേക്കാം. വെള്ളം മാറ്റിവെച്ചാലേ പിന്നീട് എങ്ങനെയാ കിറ്റി നീന്താൻ പഠിക്കുക? അതെനിക്കറിയില്ല. നീന്താനുള്ള ഐഡിയ ബണ്ണിയുടേതാണ്. ബണ്ണിയോട് ചോദിക്കേ. കിട്ടി, ബന്നി പറഞ്ഞത് ശരി തന്നെയാണ്. നീ എങ്ങനെയെങ്കിലും നീന്തുവാൻ പഠിക്കണം. എന്നാൽ എന്നെ നീന്താൻ ആരാ പഠിപ്പിക്കുക? എന്താടാ പറ്റിയേ? ഞങ്ങൾ ആലോചിച്ചത് കിറ്റിയെ ആരാ സ്വിമ്മിംഗ് പഠിപ്പിക്കാന്നാ. കിറ്റിയെ നീന്താൻ ഞാൻ പഠിപ്പിച്ചോളാം. നീ എങ്ങനെ പഠിപ്പിക്കും? ഞാൻ പഠിപ്പിച്ചോളാം. എന്റെ ഐഡിയ അത്. എടാ, ഞാൻ സ്വിമ്മിങ്ങിന്റെ ചാമ്പ്യനാണ്. ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും അവൾക്ക് സേഫ്. അതെ, ഞാൻ എന്തായാലും സണ്ണിയുടെ അടുത്തുനിന്ന് നീന്താൻ പഠിച്ചോളാം. എന്നാ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി തുടങ്ങാം.
Come on. വെള്ളത്തിൽ ചാടിക്കോ. വേണ്ട, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. വെള്ളത്തിനെ കണ്ടെന്താ പേടി? നീന്തുന്നത് ഒരു നല്ല രസമുള്ള കാര്യാ. ഞാനുണ്ട്, നീ വാന്നേ. മുകളിലേക്ക് വാ, നീ വെള്ളത്തിൽ താന്നു പോവും. വേണ്ട, ഞാനിതാ ഇവിടെ ഉണ്ടല്ലോ. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, നിനക്ക് ജലദോഷം പിടിക്കും. പിന്നെ ഡോക്ടർ തീർച്ചയായിട്ടും ഇഞ്ചക്ഷൻ വെക്കും. എടാ, കിറ്റിയെ പേടിപ്പെടുത്തുക അല്ലേ? നീ എന്തായി കാണിക്കുന്നേ? കിറ്റി പേടിക്കുന്നത് കണ്ടില്ലേ? ഇത് നല്ല രസമുണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഒരു മാസത്തിനുള്ളിൽ നിന്നെ ഞാൻ സ്വിമ്മിംഗ് ചാമ്പ്യനാക്കി മാറ്റും. വാന്നേ, ബാക്കിയൊക്കെ നമുക്ക് നാളെ പഠിക്കാം. സ്വിമ്മിംഗ് പഠിക്കാനുള്ള ഐഡിയ കൊടുത്തത് ബന്നിയാണ്. ഇപ്പൊ കിട്ടിക്ക് സ്വിമ്മിംഗ് പറഞ്ഞു കൊടുത്ത് സണ്ണി പേര് മേടിച്ചോണ്ട് പോവും. സംശയമുണ്ടോ? ഈ സണ്ണി ഏത് സമയത്ത് ഒരു പഴുത് കിട്ടുമെന്ന് കാത്തിരിക്കുകയാണ്. ഈ പഴുതെന്ന് പറയുന്നത് ആരാ? എപ്പോഴും എല്ലാരും എന്തിനാ പഴുതിന് വേണ്ടി കാത്തിരിക്കുന്നത്? എന്റെ പക്കലൊരു ഐഡിയ ഉണ്ട്. അതെന്താ? നീ വേറെ ആർക്കെങ്കിലും സ്വിമ്മിംഗ് പറഞ്ഞു കൊടുക്കാൻ പോവാണോ? അല്ലട കഴുതേ, അവൻ കിറ്റിയെ സ്വിമ്മിംഗ് പഠിപ്പിക്കുകയാണെങ്കിലും ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടും. അത് ശരി. പക്ഷെ ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. ഞങ്ങൾ റെഡിയാണ്. എന്നാ ശരി, വൈകിട്ട് സ്വിമ്മിംഗ് പൂളിൽ അവിടെ വെച്ച് കാണാം. ഹായ് കിറ്റി, ഞാൻ സ്വിമ്മിംഗ് പഠിപ്പിച്ചുതരാം. ഞാൻ സണ്ണിയുടെ അടുത്ത് നിന്ന് സ്വിമ്മിംഗ് പഠിച്ചോളാം. ജോർദാറെ, സണ്ണിക്ക് വേണ്ടിയുള്ള വലിയ സൈസ് സ്വിമ്മിംഗ് ട്രങ്ക് റെഡിയാണല്ലോ. ആ. Yo, come on, kitty. ഈ സ്വിമ്മിംഗ് ട്രങ്ക് എങ്ങനെ അഴിഞ്ഞു പോയത്? രക്ഷിക്കണേ, 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 ഞാൻ എത്തിക്കഴിഞ്ഞു കിട്ടി, ഞാൻ എത്തിക്കഴിഞ്ഞു. രക്ഷിക്കണേ, 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 മാനം പോവുമല്ലോ. ഇനിയിപ്പോ എന്താ ഒന്ന് ചെയ്യാ? രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആഹാ. സണ്ണി, നീ കണ്ടോ ഇത്? ഒരുപക്ഷെ ബന്നി ഇല്ലായിരുന്നെങ്കിൽ കിട്ടി ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിയാണ്. സംശയമുണ്ടോ? ഒരു സംശയമില്ല, വെള്ളത്തിൽ ഇപ്പൊ എന്റെ കഥ തീർന്നേനെ. സണ്ണി, നിന്നെക്കാളും കിറ്റിക്ക് സ്വിമ്മിംഗ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളാണെന്നറിയോ? നമ്മുടെ ഈ ബന്നി തന്നെയാണ്. ഹണിയുടെ ഡൈവിംഗ് കണ്ടോ കിട്ടി? ബന്നിയാണ് ഇത് പറഞ്ഞു കൊടുത്തത്. സംശയമുണ്ടോ? ഇതൊക്കെ ഒരു ഐഡിയ ആണോ? ഇതിനെക്കാട്ടും നന്നായിട്ട് ഞാൻ ഡൈവിംഗ് ചെയ്യും. പറയുന്നത് കേക്ക് സണ്ണി, നീ ഡൈവിംഗ് ഒന്നും ചെയ്ത് കാണിക്കണ്ട. എടാ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്ത് കാണിക്കാന്നേ. സണ്ണി പറയുന്നത് കേക്ക്, കിറ്റിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. കിറ്റിക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. അതിനു മുമ്പ് ഡൈവിംഗ് എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കണ്ട് നീ പഠിക്ക്. ആരെങ്കിലും രക്ഷിക്കേ. സണ്ണിത മുങ്ങിക്കൊണ്ടിരിക്ക, വേഗം രക്ഷിക്കേ. ഇവന് തന്നെ നന്നായിട്ട് ഇതുവരെ സ്വിം ചെയ്യാൻ അറിയില്ല, പിന്നെ ഇവനെങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കും? ഹാ ബണി, എന്നെ സ്വിം ചെയ്യാൻ നീ തന്നെ പഠിപ്പിക്കണം പ്ലീസ്. അത് ഞാൻ പിന്നെ ഇവൻ ബിസിയാ, ഞാൻ വേണേ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, ഞാൻ പഠിപ്പിച്ചുതരാം.